പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മളെല്ലാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലേ സ്റ്റോറിൽ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഈ അപ്ഡേറ്റ് നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആവശ്യം വരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് സാധാരണ കാണാൻ സാധിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പേഴ്സണലൈസേഷൻ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് അതർ പ്ലേ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ യൂസിങ് 1275 ഐറ്റംസ് എന്നുള്ള ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഈ ഫോണിൽ ഉപയോഗിച്ച ഇൻസ്റ്റാൾ ചെയ്തത് അൺഇൻസ്റ്റാൾ ചെയ്തതുമായി സെർച്ച് ചെയ്തതുമായിട്ടുള്ള ആപ്ലിക്കേഷന്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 1275 ആപ്ലിക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. അതാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷന്റെ എല്ലാ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ്ടോ, ലോഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റുകൾ കാണാൻ സാധിക്കും. അത് പോയിട്ട് ഇത് എന്നാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത്, ഈ ഐഡിയയിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്ന ഈ ഐഡിയയിൽ നമ്മൾ എന്നോട്ട് എത്ര കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷന്റെയും ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡിസേബിൾ ചെയ്താലും നമുക്ക് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ വാൾപേപ്പറിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഡിസേബിൾ ചെയ്തു. ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷൻ എടുക്കാൻ പോവുകയാണ്. ആണ്ടോ, ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ മറ്റുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ലാഗ് വരികയോ ഹാങ് ആവുകയോ ഒന്നുമില്ല. ഇതെന്തായാലും നിങ്ങളുടെ ഫോണിൽ ഇത് നോക്കുക. നിങ്ങൾ ഇതുപോലെ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഉപയോഗിക്കാൻ അനായാസം നമുക്ക് സാധിക്കുകയും ഇങ്ങനെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കമെൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ വരികയുമില്ല. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള പ്ലേ സ്റ്റോറിന്റെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഇത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.